എൻ്റെ ഏറ്റവും സോൾമേറ്റ് എൻ്റെ ഫ്രണ്ട് എപ്പോഴും എന്നോട് പറയും, എന്തെങ്കിലും വിഷമമൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എന്നോട് പറയും, എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും വൈകിട്ട് ഉറങ്ങുമ്പോൾ പറയണം കേട്ടോ, അതൊക്കെ പോയി പണി നോക്ക്, അതൊക്കെ പോവാൻ പറ, ഇങ്ങനെ പറഞ്ഞിട്ട് ഉറങ്ങണേന്ന് പറയും. പീസ്ഫുൾ സ്ലീപ്പ് കിട്ടും. നമ്മൾ അതിർത്ത് തലേ വെക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഒന്നും പെർമനന്റ് അല്ലല്ലോ. സത്യം അല്ലേ? ഇല്ല. ഇപ്പൊ ഈ നിമിഷം ഇപ്പൊ കഴിഞ്ഞു, നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഇല്ല. ഈ നിമിഷം ഇത് തന്നെയാ. അപ്പൊ എൻജോയ് ചെയ്യാം എപ്പോഴും. എല്ലാവരും സന്തോഷിക്കാം. നമ്മൾ ആരെയും ഉപദ്രവിക്കാതിരിക്കുക. നമ്മളുടെ എൻജോയ്മെന്റ് മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാക്കരുത്. അതാണ് ഏറ്റവും നല്ലത്. ഒരു പുഴയിൽ ഒരു തവണ മാത്രമേ ഒരാൾക്ക് കാല് നനയ്ക്കാൻ പറ്റുള്ളൂ, അല്ലേ? കാരണം ആ കാല് നനച്ച വെള്ളം അടുത്ത നിമിഷം ഒഴുകിപ്പോയി, പിന്നെ വരുന്ന അടുത്ത വെള്ളമാണ്. ഓരോ ന്യൂ എക്സ്പീരിയൻസസ്. ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഈസ് വെരി പ്രഷ്യസ്, പ്രത്യേകിച്ച് മനുഷ്യന്റെ ജീവിതത്തില് വെരി പ്രഷ്യസ്. അപ്പം എല്ലാവരും അത്യാവശ്യം എൻജോയ് ചെയ്ത് ജീവിക്കുക. പിന്നെ നമ്മളെ തളർത്താൻ, അപവാദം പറയാൻ, പ്രത്യേകിച്ച് സ്ത്രീയെ തളർത്താൻ, അപവാദം പറയാൻ, ഇല്ലാതാക്കാനൊക്കെ ഉള്ളൊരു ഫോഴ്സ് എവിടെയുണ്ട്. അവിടെ എങ്ങനെയാണ് മാം വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്? ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ്. അല്ല, അവര് വന്നിട്ട് നമ്മളെ മാക്സിമം തളർത്താന്ന് പറഞ്ഞാൽ ഒരു നല്ല തളർച്ചയായിരിക്കും. തീരെ ചില്ലറ ഒരു തളർച്ചയും ഒരു രാത്രിയും സ്ഥിരമല്ല, പകലുണ്ടാവും, അല്ലേ? ചില സമയം നമുക്ക് തോന്നില്ല ഇതൊക്കെ ഇട്ടറിഞ്ഞിട്ട് പോവാൻ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്ത കാര്യം കള്ളമൊക്കെ നമ്മളെ പറ്റി പറഞ്ഞ് പ്രചരിപ്പിച്ചു കളയും. കള്ളം, അസംബന്ധമൊക്കെ. അപ്പൊ നമുക്ക് എത്ര പേരുടെ വായടയ്ക്കാൻ പറ്റും? അപ്പൊ ഞാൻ ലാസ്റ്റ് ഓർക്കും, കുഴപ്പമില്ല. അപ്പൊ ചിലപ്പോ ആ സമയത്ത് പോലും നമ്മുടെ കൂടെ നിൽക്കുന്നവരും നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്തെന്നിരിക്കും. അല്ലേ? ആ സമയത്ത് നമ്മൾ മെന്റലിയും ഫിസിക്കലിയും ഒക്കെ നമ്മൾ അങ്ങ് ഡിപ്രസ്ഡ് ആവും. അപ്പൊ നമുക്ക് ഇനി ആ ഒരു പവർ അതൊന്നും തിരിച്ച് നമുക്ക് ഇല്ലാത്ത പോലെ നമ്മൾ തന്നെ അയ്യേ ഒന്നും അല്ലേ നമ്മൾ എന്നുള്ള ഫീലിംഗ്. ദാറ്റ് മീൻസ് വിൽ ബിക്കം എ ബിഗ് സീറോ. ആ സമയത്ത് 35 ഞാനിത് ചിന്തിച്ചതാ, ഇതെല്ലാം നിർത്തിയാലോ എന്ന്. കാരണം അന്ന് ഞാൻ നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് എത്രയോ മനുഷ്യരുമായിട്ടുള്ള ബന്ധം, എൻ്റെ ഈ ഉത്തരവാദിത്വം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി ഒരു വലിയ പ്രോജക്റ്റ് എടുത്ത് ആലപ്പുഴയിൽ. ഇന്ന് ആലപ്പുഴ മാത്രമേ ഉള്ളൂ. എവിടുന്ന് വരുന്ന സ്ത്രീക്ക് ഒരു 60 സെന്റ് സ്ഥലത്തിൽ അവൾക്കൊരു വീടുണ്ട്, ആർക്കും വന്നിരിക്കാം. അതിനി അവിടെ ഇരുത്തുന്നവരുടെ എങ്ങനെയാണെന്നുള്ളത് അവർ ചിന്തിക്കേണ്ട. ഞാൻ എടുത്തിട്ടുണ്ട് ജെൻഡർ പാർക്ക്. അത് ഞാൻ ഭംഗിയായി ചെയ്തു ആ പദ്ധതി. അതിനുശേഷം ഞാൻ അനുഭവിക്കേണ്ടി വന്നതൊന്നും ചെറുതല്ല. കൊത്തി വലിച്ച് കീറി ഞാൻ അതെല്ലാം അഴിമതി ചെയ്തു. പക്ഷെ എനിക്കറിയാലോ, എനിക്ക് അഴിമതി അറിയാത്തതുകൊണ്ട് ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നു. പക്ഷെ അന്ന് ഒരുപാട് വേദന വന്നപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊന്നും ആർക്കും വേണമെങ്കിൽ പിന്നെ എന്തിനാന്ന് ചിന്തിച്ച നിമിഷമുണ്ട്. പക്ഷെ നല്ല സുഹൃത്തുക്കൾ എല്ലാവരും പറഞ്ഞു, നീ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്, നീ തന്നെയാണ് ഇത് തുടർന്നും ചെയ്യേണ്ടത്. ആ ഒറ്റ വാക്കിൽ നമ്മൾ എന്ന് പറയുമല്ലോ, സ്റ്റോപ്പ് നോട്ട് ടിൽ ദ ഗോഡ് ഈസ് റീച്ച്ഡ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് ഉത്തിഷ്ഠത ജാഗ്രത, അത് തന്നെയല്ലേ? നമ്മൾ എഴുന്നേറ്റ് എപ്പോഴും കർമ്മനിരതരായിട്ടിരിക്കുക. നമുക്ക് എന്തെല്ലാം ചെയ്യാൻ ഈ ജന്മത്തിൽ പറഞ്ഞു അതെല്ലാം നമ്മൾ ചെയ്യും. അതൊക്കെ ചെയ്തിട്ട് നമ്മൾ പോകത്തുള്ളൂ. ആ സത്യം. മാം, ഇനിയിപ്പോൾ ഇലക്ഷൻസ് വരാൻ പോകുന്നു, ഒക്കെ വരുന്നു. അപ്പോൾ MLA മാറി ഒരു മന്ത്രിസ്ഥാനമൊക്കെ ചോദിക്കുവാണെങ്കിൽ മാം ഏതായിരിക്കും ചൂസ് ചെയ്യുക? അക്കോർഡിംഗ് ടു ഇന്നത് തരണമെന്നില്ല, പക്ഷെ എന്നാലും എന്തൊരു ഇഷ്ടം? ഇതുവരെ ചിന്തിക്കാത്തൊരു കാര്യം. 10 വർഷമായിട്ട് MLA ആണ് ചിന്തിച്ചിട്ടില്ല. കാരണം കായംകുളത്തുകാരിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നോട് എപ്പോഴും പറയും, അങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് അങ്ങനെ വരണം എന്നൊക്കെ പറയും. ആക്ച്വലി ആ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും ഒരു ആർഗ്യുമെൻറ്റിന് വേണ്ടി പറയല്ല, ഒരിക്കലും എൻ്റെ മനസ്സിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ്. അതിന് ചോദിച്ചുകൊണ്ട് മാത്രമേ ഞാൻ പറയാം. എനിക്ക് ഏറ്റവും ഞാൻ അടുത്ത് നിൽക്കുന്നത് പഞ്ചായത്തുകളുമായിട്ടാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റിയിരുന്നതും പഞ്ചായത്ത് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെയൊക്കെ ഒരു സെലക്ഷൻ എപ്പോഴെങ്കിലും അങ്ങനെ ആർക്കെങ്കിലും തോന്നുവാണെങ്കിൽ ഒരിക്കലും ഞാനത് വേറെ ഒന്നും വെച്ച് പറയല്ല. ആൻസർ ടു ദി ക്വസ്റ്റ്യൻ എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഇനി നാളെ ഇത് പറഞ്ഞിട്ട് ആരും എന്നെ ആക്രമിക്കാൻ വരരുത്. കാരണം അതെനിക്കിഷ്ടം പഞ്ചായത്ത് ആ ഒരു വർക്കുകളൊക്കെയാണ്. ചിലപ്പം ഇത് കുഞ്ഞുനാൾ മൂലം ഉണ്ടായിരുന്നാണ് ഈ ഡെഡിക്കേഷൻ, പാഷൻ, സൊസൈറ്റി വർക്ക് ചെയ്യുക. വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴേ ഈ ഒരു പാഷൻ അന്ന് കാണിക്കുമായിരുന്നു. ചേച്ചിമാരൊക്കെ കളിയാക്കും. വീട്ടിലൊരു ഗസ്റ്റ് വരുവാണെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നം, ഗസ്റ്റ് കുടിക്കുന്ന ഗ്ലാസ്സിൽ സ്മെല്ലുണ്ടാവരുത്, അവരിരിക്കുന്ന സ്ഥലത്ത് എല്ലാം നീറ്റായിരിക്കണം, അപ്പം അവരെ ഭയങ്കരമായിട്ട് നോക്കണം. അത് എന്തോ കുഞ്ഞുനാളിൽ വന്നിട്ടുള്ള, മേ ബി എൻ്റെ അച്ഛൻ്റെ അമ്മയോ അമ്മയുടെ അമ്മയോ അവരുടെ ആരെങ്കിലും ഒക്കെ മേ ബി ഈ നേച്ചർ ഉണ്ടായിരുന്നായിരിക്കാം. അപ്പം ആ ഒരു ഡിഫറെൻറ്റ് നേച്ചർ ചെറുതിലേ ഉണ്ടായിരുന്നു.